നമ്മളെ ഇവിടുത്തെ ഷോപ്പിംഗ് മോൾസ് അല്ലെങ്കിൽ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഏത് കേസായിട്ടാണേലും പലരുടെയും വലിയ വലിയ കമ്പനികളാ കേട്ടോ, എല്ലാം വലിയ കമ്പനികളാ. അവര് പ്ലാസ്റ്റിക്കിനോട് ഭയങ്കര വിരോധം അവർക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ, സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാരി ബാഗ് അങ്ങ് തരും. 7 രൂപ 15 രൂപ. ചില തുണിയുടെ ബാഗ് ഉണ്ട്. എന്തിനാണെന്നറിയോ? പൊല്യൂഷൻ. പ്ലാസ്റ്റിക് നിരോധിച്ചല്ലോ. എന്തോ പ്ലാസ്റ്റിക്കാണ് നിരോധിച്ചെന്ന് വെച്ചാൽ 50 പൈസയുടെ ഒരു കവർ, വളരെ വില കുറഞ്ഞ ഒരു കവർ. ഗൾഫിലൊക്കെ നമ്മൾ ഇതേപോലത്തെ മോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ രാജ്യം അങ്ങനെ ബാനൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവിടുത്തെ പ്ലാസ്റ്റിക് കവറായിട്ട് വാരി കൊടുക്കും. എത്ര വേണം എടുത്തോളാനാണ് പറയുന്നത്. വളരെ കുറച്ച് സാധനമൊക്കെ ഒരു കവറിനകത്ത് എടുത്തോളൂ. ഗൾഫിൽ ജീവിക്കുന്ന മലയാളികൾ കാണുന്നുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. അത് നാട്ടിൽ വരുമ്പോൾ ദേടോ പ്ലാസ്റ്റിക് നിരോധിച്ചേക്കുവാ. പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൺട്രോൾഡാണ് ഇവിടെ. വേസ്റ്റ് മാനേജ്മെന്റിലും അല്ലാതെ ഈ പറഞ്ഞ പോലെ അല്ലാത്ത പൊല്യൂഷൻ, എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും എല്ലാം വളരെയധികം കൺട്രോൾഡായിട്ട് നമുക്ക് വളരെയധികം ശുദ്ധവായുവും ശുദ്ധജലവും എല്ലാ ആഹാരമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ഗൾഫിൽ അങ്ങനെയല്ല. ആ പ്ലാസ്റ്റിക് ഡീകമ്പോസ് ചെയ്യുന്ന ടൈപ്പാണ്. അതും അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്താൽ വീണ്ടും എന്തെങ്കിലും ആക്കിയെടുക്കാൻ പറ്റുമെന്നോ അയാണ്ട് വരത്തില്ല അത് പോകുന്നത്. അതുകൊണ്ട് അത്രയും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് വേസ്റ്റ് ആയിട്ട് ഒരു കൺസിഡർ ചെയ്തിട്ടില്ല പോലും. പക്ഷെ ഇവിടെ ആ പ്ലാസ്റ്റിക് കിട്ടത്തില്ല. കാരണം 50 പൈസയുടെ പരിപാടി അത് ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുന്നത്. ഇവിടെ അത് പേപ്പർ. എന്തിനാ ഈ പേപ്പർ എന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഈ പറഞ്ഞ മോളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ബാക്കി സാധനം മുഴുവനും പ്ലാസ്റ്റിക്കാണ്. ഏതെങ്കിലും ഒരു സാധനത്തെ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഇല്ല. ഈ മോളിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വേണം ഇത് ബാക്കിയുള്ള പ്ലാസ്റ്റിക്കുകൾ മറയ്ക്കാൻ. നമ്മൾ പ്രകൃതി സംരക്ഷണം എന്നൊക്കെ പറയുന്നത് കളിപ്പിക്കാണല്ലോ ഇവിടെ, പറ്റിക്കലല്ലേ. അപ്പൊ ഈ പറ്റിക്കല് നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് ആരും അറിയാതെ പുറത്തുള്ളവർ നോക്കും കാണും. ഇല്ല കണ്ടോ, നമുക്ക് തന്നെ തോന്നലുണ്ടാണോ, കടക്കാർക്കോ തോന്നലുണ്ടാണോ നമ്മൾ കണ്ടോ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കുന്നത്. അതിനകത്തിരിക്കുന്ന സാധനം ഏത് പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് അല്ലാതെ നിങ്ങൾ വീട്ടിലെടുത്ത് നോക്കി, ചുറ്റെടുത്ത് ചുറ്റും നോക്കിയാൽ എല്ലാം പ്ലാസ്റ്റിക് അല്ലേ. എല്ലാം പ്ലാസ്റ്റിക്. എവിടെയെങ്കിലും പ്ലാസ്റ്റിക് ഇല്ലാത്ത സാധനം ഉണ്ടോ? ഇതൊന്നും അങ്ങനെ ഡീകമ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല പ്ലാസ്റ്റിക്കുകൾ. എന്റെ മുറിക്കകത്ത് മുഴുവൻ പ്ലാസ്റ്റിക് ആയിരിക്കുന്നത്. എല്ലാം പ്ലാസ്റ്റിക്കാണ്. നിങ്ങൾ ചുമ്മാ ഒരു ഷോപ്പിംഗ് മാളിൽ കയറുന്ന അവിടുത്തെ അവർ ഷോക്കേസ് ചെയ്യാൻ വെച്ചേക്കുന്നതിലുള്ള പ്രൈസ് ടാഗ് എഴുതി വെച്ചേക്കുന്ന ഒരു പ്ലാസ്റ്റിക് ആയിട്ടാണ്ട് കയറ്റിയ എന്ത് നിസ്സാരമായ പലതും പ്ലാസ്റ്റിക്കാണ്. അവിടെ ഇരിക്കുന്ന പലരും പ്ലാസ്റ്റിക് സർജറി ചെയ്തവരാണെന്നും പറയുന്ന കേട്ട്. ഇതിന്റെ മുതലാളിയൊക്കെ പലരും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് പോലും. അപ്പൊ എല്ലാം പ്ലാസ്റ്റിക്കിനിടയിൽ കവർ ചെയ്യാനായിട്ട് ഒരു കാർഡ്ബോർഡ് സഞ്ചി, ഒരു പേപ്പർ സഞ്ചി. എത്ര അന്തസ്സല്ലേ. ഇതേ മുകളിലൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാ കടയിലും പ്ലാസ്റ്റിക്. എവിടെ തിരിച്ചാ പ്ലാസ്റ്റിക് കൊണ്ടാണ് ബിൽഡിംഗ് വളരെക്കുന്ന ഒരു സംശയം തോന്നും. അല്ലേ? ശരിയല്ലേ? എന്നിട്ട് അവസാനം ഈ സാധനം മേടിക്കാൻ ചെന്നതിന്റെ അണ്ണാക്കിലോട്ട് 15 രൂപയും കൂടെ തള്ളി കയറ്റുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, ഒരു പ്രത്യേക സുഖം. പിന്നെ പാർക്കിംഗ് ഫീസ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരുപാട് സാധനമൊക്കെ മേടിച്ചാൽ ശരിക്കും ഒരു ഇളവൊക്കെ ചെയ്യേണ്ട ഒരു മര്യാദ മാന്യത വെച്ചിട്ട് അതുമില്ല. അത്രയ്ക്ക് അന്തസ്സുള്ള മുതലാളിമാരൊക്കെ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറയും? കാശുണ്ടാക്കാൻ വേണ്ടി അങ്ങ് ജീവിച്ച് മരിക്കുക. കാശ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ പ്രശ്നമുള്ള ആൾക്കാരെ പഴയ ജനറേഷൻ്റെ പ്രശ്നം അത്. ഇപ്പൊ ഒരാൾക്ക് വേണ്ട പൈസ കൂടുതലുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പൈസ ഉപയോഗിക്കാൻ അറിയത്തില്ലായിരിക്കും, സമ്പാദിച്ച് കൂട്ടാൻ അറിയത്തുള്ളായിരിക്കും. വേറെ നന്നാവും അതും ഇല്ല. ഒരുത്തരും കൂടെ വന്നു കയറിയ പിന്നെ അവനെ കൊണ്ട് 1000 പേര് മരിച്ചു പോകും, അല്ലെ ദാരിദ്ര്യത്തിൽപ്പെടും, പട്ടിണി കിടന്നു. കാരണം ഇവനിങ്ങനെ കൂട്ടി വെച്ചേക്കുമല്ലേ കുറെ കോടീശ്വരന്മാർ. എന്തിലാട്ടെ, നല്ല സിസ്റ്റം. ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ സാധാരണക്കാർക്ക് ഗുണമുള്ള രീതിയിലാണ് വേറെ രാജ്യക്കാരെന്തെങ്കിലും ചെയ്താൽ ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല. സാധാരണക്കാരൻ്റെ അണ്ണാക്കിൽ അടിക്കാനുള്ള സാധനം കണ്ടുപിടിക്കേണ്ടി ഇവിടെ. അങ്ങനെ രക്ഷപ്പെട്ടു. ഇവിടെ ഈ സാധാരണക്കാരെ മനുഷ്യരെ ഊമ്പിക്കാൻ എന്തെങ്കിലും സ്കീം ഉണ്ടാക്കാവോ? ആ ആൾ രക്ഷപ്പെടുക ചെയ്യുന്നത്. എന്നാൽ ഇവന്മാരെ തന്നെ ഒന്ന് നന്നാക്കി എടുക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്നുള്ള ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. ഇവിടെ മര്യാദയ്ക്ക് ഒരു കാര്യം കാണിച്ചു കൊടുക്കുക പറയുക ചെയ്താൽ അവരതിനെ എതിർത്ത് എനിക്ക് ഭ്രാന്തായി ഇവൻ കാശുണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്നതിനാന്ന് പറയും. പക്ഷെ ഇവരെ പറ്റിച്ച് ഓരോ ദിവസവും എല്ലാ ദിവസവും പറ്റിക്കപ്പെടുന്നവർ. ഞാൻ ഒരു രീതിയിൽ പറ്റിച്ചിട്ടില്ല ആരും കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞാലും പറഞ്ഞു തന്നെയാണ്, അല്ലാതെ അതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല. പിന്നെ ഞാൻ ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തും. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാക്കുന്ന സാധ്യതകളെ പറ്റി അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യും, അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ ലോക്കാക്കും. എവിടെയൊക്കെ എന്തൊക്കെയാണ് ലോക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമാണ്. ഞാനൊരു എന്താ പറയണ്ടത്, വെറുതെ അങ്ങനെ ആശയം പറയുകയല്ല ചെയ്തത്. ഇതിന് ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്ത് അത് റൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓടുന്നുണ്ട്, ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ചാറ്റ് വെബ്സൈറ്റ് വരെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തൊന്ന് ഈ വെട്ടിപ്പും തട്ടിപ്പും ബുദ്ധിമുട്ടാണ്, തീർത്തും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടണം. അത് ഭയങ്കര വലിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ട. അതിനൊന്നുള്ള പൈസ ഒന്നും എൻ്റെ ഇല്ല. ഏറ്റവും മിനിമം പൈസ കൊണ്ട് ഒരു 3-3.5 ലക്ഷം രൂപ മൊത്തത്തിൽ, അതായത് ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം അതിൽ കൂടുതലുണ്ട്. ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ എൻ്റെ നിലവായി കാണും. ചിലപ്പോൾ ബാക്കി ഇതിനൊക്കെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് നടക്കലും പോകലും വരലും അവരെല്ലാം കൊണ്ട് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കും വെള്ളം കൊണ്ട് തന്നെ നല്ല ചിലവുണ്ട്. അതൊന്നും ഞാൻ ഇതിനകത്ത് പെടുത്തിയിട്ടല്ല ചെയ്ത പോലും. അല്ലാതെ നമ്മൾ വട്ടം ഓടുമല്ലേ, അതിനൊക്കെയുള്ള പൈസ ആരാ തരുന്നത്? അങ്ങനെയാണ് ഇവരൊക്കെ ചെയ്യുന്ന ബാക്കിയുള്ളവർ. അതും കഴിഞ്ഞിട്ട് അവന്മാർ കാശ് ഉണ്ടാക്കിയിട്ട് അതേപോലത്തെ പുതിയ കാർ വണ്ടി എടുത്ത് വീട് വരെ വെച്ചവരെയാണ് ഞാൻ കാണുന്നത്.
അത്തരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ കൊടുത്തതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ആ മൊത്തത്തിലുള്ള പരിപാടി നടത്താൻ ഇത്രയും പൈസ ഞാൻ കാണത്തില്ല, ഞാൻ ഇറങ്ങി നടന്നതിൻ്റെ ആൾക്കാരെ കൊണ്ടു നടന്നതിൻ്റെ പേരിൽ അങ്ങനെ. അപ്പോൾ ഇത് കുറേ പേര് ഇടപെടുവാണല്ലോ, ആർക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടുമില്ല, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ആപ്പ് ആക്കാൻ പോകും, അപ്പോൾ ആപ്പ് ഉടനെ വരും, 2 ജൂൺ ജൂലൈ ആകുമ്പോഴത്തേന് ആപ്പ് റെഡിയാവും. കാരണം വെബ്സൈറ്റിൽ കൂടെ ഇത് നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ട്, എന്നുവെച്ചാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല. വേറെ കുറേ സ്കീമുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതും വെബ്സൈറ്റിൽ കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് ആപ്പ് ഉണ്ടാക്കിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരു 10,000 പേരെ നമുക്ക് ഇവിടെ രക്ഷിക്കാൻ പറ്റും. അതൊരു സ്കീമാണ്, സ്കാം അല്ല. മനസ്സിലായി? നമ്മൾക്ക് സ്കാം ഇല്ലടേ, ഇതൊക്കെ സ്കാമാണ്. എന്തോരം പറ്റിച്ചാലും മനസ്സിലാകാത്ത മനുഷ്യൻ, എന്നാൽ പറ്റിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്ത് പറ്റിക്കത്തില്ല, പറ്റിക്കാൻ പറ്റത്തില്ല, അതിനുള്ള തെളിവും അതിനുള്ള കണക്കുണ്ടെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത മനുഷ്യരുള്ള നാട്ടിൽ പിന്നെ പറ്റിക്കലല്ലാതെ എന്ത് ചെയ്താൽ കാര്യമുണ്ട്? വളരെ കുറച്ച് പോലീസുകാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം. ബാക്കിയുള്ള പോലീസുകാരനൊക്കെ ഭയങ്കര പുച്ഛമായി ഇത് കേൾക്കുമ്പോൾ. നമ്മുടെ മറ്റേ CI ടീമിനൊക്കെ പുച്ഛമാണ്, ഇവനെ വേറെ കാണിയൊന്നുമില്ല, ഇവനെയാണെന്ന് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ. അതേസമയം ഇടയ്ക്കുള്ള വേറെ പലരെയും എടുത്ത് വെച്ച് കാണും, വിരോധമില്ലാത്ത നല്ല പോലീസുകാരെന്ന് ഞാൻ പറയത്തില്ല, കൊള്ളാവുന്ന പോലീസുകാരുണ്ടല്ലോ, അവരെന്നോട് വേറെ ഒന്നിനും സഹകരിക്കാനോ സഹായിക്കാനോ വന്നവരൊന്നുമല്ല. ഈ പരിപാടി ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്, ഞാനും അതിനകത്ത് പൈസ ഇട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തൊരു പോലീസുകാരെ കണ്ടു. അങ്ങനെ മനുഷ്യരൊക്കെ ഉള്ള ഒരു സമാധാനമാണ് പോലീസിലൊക്കെ. അവർ വേറെ വരത്ത് അതുപോലെയൊക്കെ തന്നെ ഇടപെടുള്ളൂ, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം തോന്നും ആരെ കണ്ടു കഴിഞ്ഞാൽ. വേറെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളെല്ലാം ഉറപ്പാണ്. പക്ഷെ മറ്റേ ആളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, എവിടെ ചെന്നിടപെട്ടാലും ബാക്കി മനുഷ്യനെ മൊത്തം ഉപദ്രവിക്കാൻ കേപ്പബിലിറ്റി ഉള്ള, അതുപോലത്തെ ചിന്താഗതിയുള്ള. എന്നിട്ട് എന്താ എത്ര കംപ്ലൈന്റ് ആണ് അറിയാതെ പറ്റിയത്. എന്താ അവസാനം ശബരിമലയിൽ മോഹൻലാലിനോട് പോയെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം മാറ്റുവാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തിരുവല്ല എന്ന സ്ഥലത്ത് നിന്ന് ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കാൻ പറ്റും. കൈക്കൂലി ഇനത്തിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്ന ഒരു നാടാണ്. എനിക്കറിയാം ഇവരെവിടെ നിന്നൊക്കെ മേടിച്ചു, ആരെ നിന്നൊക്കെ മേടിച്ചവരെ അറിയാം. പക്ഷേ ഈ കൊടുക്കുന്നവരാരും ഇയാളെ കുടുക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പരിപാടി നടക്കണമല്ലോ, അതെല്ലാം പറഞ്ഞ പോലെ ഇല്ലീഗൽ പരിപാടി തന്നെയുള്ള കൈക്കൂലി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. പിന്നെ ഇവര് പോലീസ് സ്റ്റേഷനിൽ വന്ന സ്ത്രീകളോട് മോശമായിട്ട് ഇടപെട്ടതൊക്കെ കേട്ടു. അതൊന്നും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെയാണ്, അവരെ അങ്ങ് ഒഴിവാക്കിയെന്ന് മാത്രമല്ല, ഒരിച്ചിരി മോശപ്പെട്ട രീതിയിൽ ഇടപെടലുകൾ നടത്തിയ ആൾക്കാരൊക്കെ എനിക്കറിയാം. പക്ഷെ നമുക്ക് ഇതിന്റെ പുറകെ ഇറങ്ങിച്ചെന്ന് നിന്ന് ഒരുപാട് അങ്ങ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ആ ആൾ തന്നെ ചെയ്യുകയാണ് ചെയ്തോട്ടെ. അല്ല എനിക്ക് ഈ പറഞ്ഞ ആളോട് വിരോധമുള്ളതെന്ന് പറഞ്ഞാൽ, അല്ല എന്നോട് ചെയ്തതിനൊക്കെ എൻ്റെ പരാതികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോയി എനിക്ക് അതിനകത്തൊന്ന് ഊരി പോരാൻ പറ്റും. അത്രയൊക്കെ മതി. അല്ലാതെ ഇവന്മാരെല്ലാം നന്നാക്കുന്നത് എൻ്റെ പണിയൊന്നുമില്ല, ഞാൻ പറയത്തേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെയോ എൻ്റെ ജീവിതം ഇതൊക്കെയാണ് കേട്ടോ. അല്ലാതെ എനിക്കിങ്ങനെ ഓരോ ആൾക്കാരെ കണ്ട് ശരിയാക്കുന്ന പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. ഒരാളെ പുറകെ പോവുക, അയാളുടെ വൈരാഗ്യം വെച്ചുകൊണ്ടിട്ട് അയാൾക്കെതിരെ കുറേ അങ്ങ് ചെയ്ത് കൂട്ടി അവനെ അങ്ങനെ നശിപ്പിക്കുക, അതുപോലെ അതുകൊണ്ടൊന്നും ആകത്തില്ല. നമുക്ക് ഈ സിസ്റ്റത്തിനകത്ത് കറക്ഷൻ വരുന്നുണ്ട്. അതെനിക്ക് ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ അത് ട്രാൻസ്പെറൻറ്റ് എന്ന ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങൾ എല്ലായിടത്തും നോക്കും. ട്രാൻസ്പെറൻസി വന്നാൽ എങ്ങനെ ഇരിക്കും? ഈ സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ വീട്ടിൽ വരുന്ന കാണാമല്ലോ, താഴെ വന്നെങ്കിൽ വിളിക്കത്തില്ലേ എന്ന് നിങ്ങൾ ഗവൺമെന്റ് വർക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഗവൺമെന്റ് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയും കൂടെ അല്ല, അതിന് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി വേണം. ഫണ്ടും ഈ പറഞ്ഞ ലാഭവും നഷ്ടവും അല്ലെങ്കിൽ ഇതിന് ഉപയോഗിച്ച പണം എത്രയൊന്നും എവിടെയൊക്കെ ഉപയോഗിച്ചെന്നും അത് വന്ന് വീഴുന്ന കണക്ക്. ഇവിടെ ഒരു പാലം പണിയാണ്, പാലത്തിന് അവർ പറഞ്ഞ അത്രയും ടാറ് വീഴുന്ന നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കണം. എല്ലാ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും നോക്കണം. കാരണം അവരുടെ മുഴുവൻ പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, മനസ്സിലായോ? അവിടെയാണ് ഈ പാലം പൊളിഞ്ഞ് വീണതും റോഡ് കുത്തികളായി കിടക്കുന്നതും ഈ കലിങ്ങ് എടുത്തപ്പോൾ കലിങ്ങിടിഞ്ഞ് വീണതും എല്ലാം എന്തോരം തട്ടിപ്പാണ് നടത്തുന്നത്. ഇതൊക്കെയല്ലേ കറക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് പാവപ്പെട്ടവൻ ചെറിയ ഉലൊടുക്ക് കഞ്ചാവ് കച്ചവടക്കാരെ പിടിച്ചിട്ട് ആരെയും നന്നാക്കാൻ നോക്കണം. ഒടുക്ക് കച്ചവടക്കാർ ഈ കഞ്ചാവ് നീ അത് കയറത്തില്ലെന്നേ, അല്ലെങ്കിൽ വന്നാൽ തന്നെ അത് പിള്ളേരുടെ കിട്ടത്തില്ലെന്ന് ഞാൻ ഉറപ്പ് വരാം. എനിക്ക് ഇത്ര കാര്യം അറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ഒരുത്തനും അനങ്ങത്തില്ല, ഒരുത്തനും. അതുപോലത്തെ ലോക്കാ, മനസ്സിലായില്ലേ? അത്രയും സർവൈലൻസിൽ ആൾക്കാർ വരുന്നു. പിന്നെ എല്ലാം ഓപ്പണാ, ഒരു കള്ളത്തരവും ഇല്ല. കള്ളത്തരം ഉണ്ടെങ്കിൽ അവിടെ പിടിക്കും നമ്മൾ. കള്ളത്തരം കാണിക്കുന്നവർ കാണും, അവരെടുത്തുകൊണ്ട് ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അവിടെ വരെ പോകുന്നതിന് ഇപ്പം അവിടെ നീക്കി അവിടെ ഉള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയും ഓടുന്നത്, എടുക്കുന്നത് കാണാം, ഓടുന്നത് കാണാം, അപ്പം പിടിക്കുന്നത് കാണാം, പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്തു പോരേ. അല്ലാതെ മനുഷ്യരെല്ലാം കൂടെ ഒരു ദിവസം ബ്രെയിനകത്തോട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരു തലമുറ മൊത്തം പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അവർ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ സാധ്യതയുള്ളവരാക്കി മാറ്റുന്നതിനൊക്കെ എത്ര കാലം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കുക. എന്തോരം ഇൻവെസ്റ്റ് ചെയ്യണം, എന്തോരം മെനക്കെടണം, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു സാധനം, ഒരു ട്രാൻസ്പെറൻസി. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ചിന്തിക്കും. വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് സംസാരിച്ച് നോക്കി. ട്രാൻസ്പെറൻസി ഒരു പറയുന്നുണ്ട്, അവൻ വട്ടാവെന്ന് അറിയത്തില്ല. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, വലുത് പുതിയ സ്റ്റൈലാണ് കേട്ടോ. എനിക്കെന്ന് പറഞ്ഞു അവൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞു, വെബ്സൈറ്റ് കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട്, ഇത് നടത്തിയെടുത്തെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ എന്നെ ഇതിനു വേണ്ടി വിളിച്ച് സംസാരിക്കുന്ന കാണുന്നുണ്ട്. ഇവിടുത്തെ തീട്ടങ്ങളെ മൊത്തം ചായ അടിക്കാനെല്ലാം മുക്കിക്കൊണ്ടാണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ആരെങ്കിലും സംസാരിക്കുമോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവർ വാർത്തയാക്കുമോ എന്തെങ്കിലും ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകരുത് എന്തോ കുഴപ്പമുണ്ടെന്ന് എവിടെയോ. ആർക്ക് എനിക്കാണോ കുഴപ്പം? അല്ല, അത് നിങ്ങളുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ്, അല്ലാതെ അവരുടെ ആവശ്യമല്ല. ആരുടെ ഈ തട്ടിപ്പുകാരുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് തട്ടിപ്പുകാരും ഇവിടെ വന്ന് സംസാരിക്കത്ത് പോലും ഇല്ല. നല്ലതും പറയത്തില്ല, ചീത്ത പോലും പറയത്തില്ല. അതേസമയം ഞാൻ മോഹൻലാലിനെ പറ്റിയായിട്ട് പറഞ്ഞു, അവൻ അവിടെ നിന്ന് അത് പറഞ്ഞു ഇത് മുക്കിക്കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പോലും എന്നെ അവിടെ വിളിച്ച് ചോദിക്കത്തില്ലായിരുന്നു. ഒരു ഇത്തരം ചോദ്യങ്ങളില്ല, ഒന്നുമില്ല. അവരൊരു കഥ ഉണ്ടാക്കിയിട്ട് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവരെ കൊണ്ടൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്മാർ പറയുന്ന കഥ കണ്ട് പൊളിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതാണ് വിചാരിച്ചത്. നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും ഞാനങ്ങനെ അതിനെപ്പറ്റി ഇവന്മാരുടെ കൂടെ നിന്ന് സംസാരിച്ചത്. ഒരിക്കലും വന്ന് കൗണ്ടർ അടിക്കാൻ നിൽക്കത്തില്ല, പറ്റത്തില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് അവർ വിളിക്കാത്തത്. അല്ല നിങ്ങൾ എന്തായാലും വിചാരിച്ചു ഈ കണ്ട അലവലാദികളെല്ലാം പോയിരുന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കുമല്ലോ. എന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ലെന്നറിയാം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നത് ഇത്രയും പേര് അറിയുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം. എല്ലാം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ
ഇങ്ങനെ സാധനം കൊണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ തട്ടിപ്പുകാരെ തന്നെ എങ്ങനെയാണ് ഇവനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? ആലോചിച്ചു, ഇത്രയും തട്ടിപ്പുകാരെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? എന്നെ പറ്റി ഒരു നല്ലത് പറയാൻ പറ്റും ഇവരെ കൊണ്ട്? എന്നാൽ ഇതെന്താ, ഇത് മോശമാണോ? എല്ലാം ഇങ്ങനെയാ. ആ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുവന്ന് കൂന കൂട്ടിയിട്ടൊരു പേപ്പർ കവർ കൊണ്ട് മൂടിക്കൊണ്ട് നടക്കുന്ന പരിപാടിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമുക്കത് വളരെ അക്സെപ്റ്റബിൾ ആണ്, നമ്മളത് അതുമായിട്ട് യൂസ്ഡായി. നമുക്ക് അതിനോട് വിരോധം പോലും തോന്നിയിട്ടില്ല ആളുകൾക്ക്. എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഇത് ഈ കവറിനകത്ത് സാധനം മേടിച്ചല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ, ചില്ലറക്കാരല്ലേ ഇതൊന്നും. ഇവരെല്ലാം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ഏർണിംഗ് ആണ്, ഭയങ്കര പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നവരല്ലേ ഈ മുകളിലൊക്കെ ഇതേപോലെ സാധനം മേടിച്ചിട്ട് കവർ കൊണ്ട് നടക്കുന്നത്. അത്രേ ഉള്ളൂ. ബാക്കി ഉള്ളിടത്ത് എല്ലാം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഒരു ആത്മാഭിമാനം കൊണ്ട് ഇവർ വീട്ടിൽ നിന്ന് ഒരു കവറായിട്ട് പോത്തു ഇരുന്നതാണ് 100% ഉറപ്പാണ് 15 രൂപ പോയിരിക്കും. അവരാലോചിക്കുന്നു 15 രൂപ എന്തെല്ലാം കാര്യത്തിന് കളയുന്നു, എനിക്ക് പിന്നെ നല്ലൊരു കാര്യത്തിന് കളയാലോ, പ്രകൃതിക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് മൊത്തം എടുത്തിട്ട് ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ ബാഗിൽ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ബാക്കി വേസ്റ്റ് ഒക്കെ എവിടെ കളഞ്ഞത് ആലോചിച്ച്. എന്താ എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റുകൾ നിങ്ങളുടെ വീടിനകത്തൊന്ന് പരിശോധിച്ച് നോക്കിയോ, മൊത്തം പ്ലാസ്റ്റിക് ആയിരിക്കും. അതെല്ലാം ഈ കവറിനകത്ത് മേടിച്ചിട്ട് വന്നാ, ഈ പേപ്പർ കവറിനകത്ത്. പോരെ അറിയാം, സൂപ്പർ ആയിട്ടുണ്ടോ?